തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മോചിതനായിട്ടില്ല പ്രദേശവാസിയായ സഞ്ജയ് കെ. പളുരുത്തി സ്വദേശിയായ സഞ്ജയ് ചൂരക്കാട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ സഞ്ജയ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന സഞ്ജയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. അതിൻ്റെ ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് സംഭവം നടന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സഞ്ജയ് ഇപ്പോൾ നമ്മോട് വിശദീകരിക്കും. നിങ്ങൾ എങ്ങനെയായിരുന്നു ആ സംഭവം? 10:30 സമയത്താണല്ലോ അല്ലേ? ഞങ്ങൾ റേഷൻ മേടിക്കാൻ വന്നതാണ് ഞാനും വൈഫും കൂടെ. ഇതിൻ്റെ തൊട്ടരിയത്ത് തന്നെയാണ് റേഷൻ കട. അപ്പോൾ ആ ടൈമിനാണ് ഈ ഫസ്റ്റ് ഒരു പൊട്ടി വരുന്നത്. ഞങ്ങളുടെ ഇത് തകർന്നു തന്നെയാണ് അത്. അപ്പോൾ അതിൻ്റെ പൊക്കത്തു നിന്ന് വന്ന സാധനങ്ങൾ വന്നപ്പോൾ ഞാനും ഒരു ചേച്ചി ഒരു വല്യമ്മ ആ ടൈമിന് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിനെ ഇവരെയും കൂടെ ഇങ്ങനെ കവറ് എന്ത് പിടിച്ച് കഴിഞ്ഞപ്പോൾ പൊക്കത്തു നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ വന്ന് വീണ് പെട്ടെന്ന്. അപ്പം പിന്നീടാണ് രണ്ടാമത് വലിയൊരു സ്ഫോടനം. അതൊരു വലിയൊരു തീകോളം പോലെ വന്ന തൊട്ടപ്പുറത്ത് ഇത് പൊങ്ങിയിട്ട് കത്തണം ശരിക്കും. ലൈംഗമ്പി എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവരെ അകത്തേക്ക് ആക്കിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് ആ പറമ്പിൽ നിന്ന് 2 പേര് തെറിച്ച് പുറത്ത് റോഡിലേക്ക് വന്ന് വീണ. പറഞ്ഞറിയിക്കാൻ പറ്റുമോ നമുക്ക്? ശരിക്കും സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഇങ്ങനെ ഈ വണ്ടിയൊക്കെ ഇതായി പോണത്. പക്ഷെ ഇത് നമ്മുടെ നേരെ കാണണേ. അതും ഇത് കാണണം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല വരുന്നത്, പോസ്റ്റും തന്നെയാണ്. പോസ്റ്റ് ലൈനേ ശരിക്കും ആ ടൈമിൽ ലൈനും ഉണ്ട്, പോയിട്ടില്ല. ഈ ഇതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഞാൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ തൊട്ട് കാര്യത്ത് ഉള്ള വീട്ടിൽ ആ പയ്യൻ വിഭ്രാന്തിയിൽ ചാടി ഇറങ്ങി. പിന്നെ ഈ ആള് വീണടക്കുന്ന ആളെ ഞാൻ എടുക്കാമോ? അയാള് ശരിക്ക് അപ്പം പിടിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ. പിന്നെ എനിക്കും ഈ ഇതിലുണ്ടല്ലോ പരിക്കിൻ്റെ ഇതിലേക്കുണ്ട് ആ ടൈമിൽ. അപ്പോൾ ആംബുലൻസ് വിളിച്ചതും ഫയർഫോഴ്സ് വിളിച്ചതും ഞാനാണ്. ഫയർഫോഴ്സിൽ ഇതാക്കാം വിളിക്കാം. പിന്നെ അവിടെ വന്ന് അപ്പോൾ വിളിച്ചപ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായി, 2ാമത് ആംബുലൻസ് വന്നു. അപ്പോൾ പിന്നീടാണ് ആൾക്കാരെല്ലാം അവിടെ ശരിക്കും പറഞ്ഞ ആൾ കൂടി വന്നത്. ഇപ്പോൾ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ചേച്ചിനെ കാണാം. ആ ചേച്ചിക്കും എന്തോ ആ ചേച്ചിയാണ് ശരിക്കും ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ പിന്നെ കാണണം അവിടെ കരഞ്ഞിട്ട് പോണത്. പിന്നെ അകത്തുനിന്ന് തന്നെ മറ്റേ പുള്ളീനെ പിന്നീട് അപ്പുറത്തെ വീടും എല്ലാം ആ സമയം എന്ന് പറയാൻ പറഞ്ഞില്ല. അത്രക്കൊരു ശരിക്ക് വേറെയും പൊട്ടിയില്ലെന്നുള്ളതാണ് പറയേണ്ടത്. ആ ബ്ലാസ്റ്റിലല്ലാതെ ഇപ്പുറത്തൊക്കെ തെറിച്ച് വീണ് കിടക്കുന്നുണ്ട് നമ്മൾ പറയാം. പിന്നെ ഈ തീ പിടിക്കാൻ നമ്മുടെ തൊട്ടിപ്പുറത്തെ വീട് പൊക്കത്ത് തീ വന്ന് പിടിച്ചാൽ അപ്പോൾ അവിടെ വെള്ളം കയറും. അങ്ങനെ ഞാൻ ആ ടൈമിൽ എന്താ പറയണ ശരിക്ക് നിപ്പുണ്ട് ഇപ്പോഴും അത് കത്തിപ്പോയി. ആ ടൈമിന് തന്നെ കത്തിപ്പോയി. ശരിക്കും 5 മിനിറ്റ് കൊണ്ട് എല്ലാം സംഭവിച്ചു. 5 മിനിറ്റ് എന്ന് പറയാൻ പോലും പറ്റില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാം എന്താ പറഞ്ഞ ഫസ്റ്റ് ബ്ലാസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് വലിയ ബ്ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ടൊരു 3-4 പൊട്ടി വെറുതെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പൊട്ടി. അതിങ്ങനെ ഉണ്ട്. പക്ഷെ അതാണ് ഞാൻ ഈ 5 മിനിറ്റ് 5 പൊട്ടിയെങ്കിൽ അത് 5 മിനിറ്റ് പോലും ആയില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നെന്ന് പറയാം. ആ അവസ്ഥയായിരുന്നു. കാരണം ഈ പുള്ളി ഇപ്പോൾ നമ്മുടെ ഇരിക്കണില്ലേ പുള്ളി ഇവരുള്ള ഓടിക്കണം ആ പുറത്തേക്കുള്ള ഇത് ഓടി. അപ്പോഴേ ഫസ്റ്റ് ഈ ആൾ വരുന്നുണ്ട്. ആരാണ്? മറ്റേ പയ്യല്ല. അവനൊന്നും പറ്റിയായിട്ട് എനിക്ക് തോന്നാനില്ല. കാരണം തുണിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവനോട് പറഞ്ഞ ചേട്ടാ 10-12 പേരുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര പേരുണ്ട് നിങ്ങൾ എന്താണ്? അപ്പോഴും എനിക്കറിയില്ല ഇത് ഞാൻ ഓർത്തിരിക്കണ അമ്പലത്തിൽ നിന്ന് പൊട്ടി വന്നേക്കണ ഒരു സാധനം വീണേക്കണം. ഇവിടെ ഈ സംഭവം ഉള്ളത് അറിയില്ലല്ലോ നമുക്ക്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇന്നവരെ വെടിമരുന്നിനാണ് ചേട്ടാ ഇവിടുത്തെ വണ്ടി. ആ വണ്ടിയാണ് ഒന്നുമില്ലാതെ കാണാൻ. ആ വണ്ടിയാണ് ആ പൊങ്ങി നിന്ന് പൊട്ടിയത്. ഈ ട്രാവലർ ഇല്ല അവിടെ. കാറ് കിടക്കണ്ടല്ലോ, കാറ് കിടക്കണ ട്രാവലറാണോ നിന്ന് അത്ര ബോഡി മാത്രം ഇങ്ങനെ ഒരു ചെയ്സ് മാത്രമല്ല അവിടെ ശരിക്കും. പിന്നെ ഏറ്റവും വലിയ ഇത് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതിൽ മണ്ണെണ്ണയുടെ ബാറിൽ റേഷൻ കടയല്ലേ അത് ദൈവം ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് അവിടെ ഞങ്ങൾക്കൊക്കെ സംഭവിച്ചത്. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അത്രക്ക്. കാരണം ഞാൻ പറഞ്ഞില്ല തീ അത്രം വരെ എത്തി. അത് ഈ ഷീറ്റിൻ്റെ ഇതുവരെ അവിടെ നിന്നാണ് ഞങ്ങൾ എൻ്റെ വൈഫിനെ ആ ചേച്ചിനെ അകത്തേക്ക് ആക്കുമ്പോൾ കാണുന്നത്. ആ കടയിൽ നമുക്ക് തൂക്കി തന്നെ ചേട്ടനല്ലേ, ആ ചേട്ടൻ്റെ ഇവിടെ ചില്ല് കയറിയിട്ടുണ്ട്. ആ ചേട്ടന് ഇങ്ങനെ ബ്ലഡിൽ ഇങ്ങനെ ഒഴുകി കുളിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോഴാണ് ഞാൻ ഇവരെ അകത്തേക്ക് ആക്കിയിട്ടാണ് എന്താണെന്ന് അറിയാം. എൻ്റെ ബൈക്കും പുറത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും നോക്കിയില്ല. ഓടി കരച്ചിൽ കേട്ടാൽ പുറത്ത് ചേച്ചിയുടെ കരച്ചിൽ കേട്ടാൽ ഞാൻ പുറത്തേക്ക് ഓടിച്ചെല്ലണം. ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത് ഇവർ തെറിച്ചു വന്ന. അപ്പോഴാണ് ആ പൊട്ട് വലിയ പൊട്ടില്ലേ പറഞ്ഞില്ലേ അത്രയും സമയം ഇവിടെ നിസ്സാര 5 മിനിറ്റ് കൊണ്ട് എല്ലാം ശരിക്കും പറഞ്ഞാൽ. അടുത്ത് തന്നെയാണോ എൻ്റെ വീട്? അവിടെ നിന്ന് ശരിക്ക് 1/2 കിലോമീറ്റർ ഉണ്ട്. ആ ജംഗ്ഷനിലാണ്. അവിടെ ചെന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അവിടെ സംഭവിച്ചാലേ എൻ്റെ വീട്ടിൽ എൻ്റെ TV, ഫ്രിഡ്ജ്, പിന്നെ ഒരു ജനല്, വീട്ടിലെ എല്ലാ സാധനങ്ങളും
ഇതാക്കണം. ഞാൻ ചിലപ്പോൾ ചെല്ലുമ്പോൾ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ പൊളിഞ്ഞ് കിടക്കണേ, ടി വി ഒക്കെ വീണ്, പിന്നെ കുറേ പാത്രം അതും ഇതൊക്കെ ആയിട്ട് കിടക്കും. പക്ഷെ ഇവിടെ ഇത് ശരിക്കും അപ്പോൾ അത് കുറെ ഇവര് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ ഒരു ചേച്ചി കൊണ്ട് ആ പലയും തടിയൊക്കെ ഉണ്ടായപ്പോൾ അത് വന്ന് വീണതാണ്. പിന്നെ മുട്ടൂത്തി വീണുണ്ട് അടിച്ച്. പിന്നെ ആ ടൈം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ വീണ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഇതാകല്ല. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ബസ് കാണണം അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ 10-12. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ലല്ലോ. ഇതിന്റെ ഇപ്പുറത്ത് കാണുന്ന പറമ്പാണ്, അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം, വണ്ടി കത്തിക്കൊണ്ടിരിക്കണം, പിന്നെ പൊക്കത്ത് തീ പിടിച്ചേക്കണേ. അപ്പോഴാണ് ഈ ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞ മറ്റേ ഒരു ഇപ്പുറത്തെ ആ നീല കളറിലൊരു ബിൽഡിംഗ് ആണല്ലേ, ആദ്യം നോക്കുമ്പോൾ അവിടെ ഇത് ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് വിളിച്ച് വന്ന അവരും അവിടെ നിന്ന് തന്നെ. അപ്പം ഞാൻ അവിടെ നിൽക്കെല്ലാവരും, കാരണം ലൈൻ ഓഫായിട്ടില്ലെന്ന് മനസ്സിലായില്ലേ, ലൈൻ ഓഫായിട്ടില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ആ ലൈൻ ഓഫാണത്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേലും വേറൊരു അപകടം നടന്നേനെ. കാരണം വന്ന് പെടാൻ എല്ലാവരും ടച്ചായിട്ട് അങ്ങനെയും എല്ലാം ദൈവത്തെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാനും ഇപ്പോഴും ഇത് മാറല്ല ഇങ്ങനെ തല ഇങ്ങനെ ഇടക്കിടക്ക് വരുമ്പോൾ അങ്ങനെ നമ്മൾ ഇതായിപ്പോവും. അതാണ്. അത് ഇന്നലെ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു വാല്യുവേഷൻ കാണിക്കണ്ടെന്ന് പറഞ്ഞു, അത്രേ. പിന്നെ എല്ലാ ദൈവത്തിനും എനിക്ക് ഇവിടം ഇതുപോലെ പറയാൻ പറ്റിയെന്നല്ല വലിയൊരു കാര്യമല്ലേ. ഇതായത് അനുഗ്രഹം. ക്യാമറ പേഴ്സൺ ഗോവിന്ദനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ, കൊച്ചി.